തിരുവനന്തപുരം കോർപ്പറേഷനിലും കോൺഗ്രസ് അങ്ങ് ഞെട്ടിച്ചിരിക്കുകയാണല്ലേ? അതെ, ഒരു മുന്നേ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ച്, സ്ഥാനാർത്ഥി മാത്രമല്ല മേയർ സ്ഥാനാർത്ഥി വരെ പ്രഖ്യാപിച്ചിട്ടാണ്. അവിടെ 3-ാം സ്ഥാനത്താണ് കോൺഗ്രസ് എന്ന് ഓർക്കണം. പക്ഷേ കോൺഗ്രസ് ഇത്തവണ പണിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. കെ മുരളീധരനാണ് നേതൃത്വം നൽകുന്നത്. പാർട്ടിയുടെ നയങ്ങൾ ജനങ്ങളോട് പറയാൻ കിട്ടിയ അവസരമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിത്വം എന്നാണ് അഡ്വക്കേറ്റ് കെ എസ് ശബരിനാഥന്റെ പ്രതികരണം. കോർപ്പറേഷനിൽ കോൺഗ്രസിനെ 10 സീറ്റുകളിലേക്ക് ചുരുക്കിയത് ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കൃത്യമായ തയ്യാറെടുപ്പുകളോടെയാണെന്നും കെ എസ് ശബരിനാഥൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മന്ത്രി ശിവൻകുട്ടി ഉന്നയിച്ച വിമർശനത്തിൽ ആദ്യം അദ്ദേഹം RSS അജണ്ട ഒളിച്ചു കടത്തിയതിൽ ജനങ്ങളോട് മാപ്പ് പറയട്ടെ എന്നായിരുന്നു ശബരിനാഥന്റെ പ്രതികരണം. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ 25-ാം വാർഡിൽ കവടിയാറിൽ നിന്ന് കെ എസ് ശബരിനാഥൻ മത്സരിക്കുന്നു എന്ന പ്രഖ്യാപനം വന്നത് മുതൽ വാർത്തകളും അതുപോലെ തന്നെ ചർച്ചകളും വിവാദങ്ങളും ഒക്കെയാണ്. വളരെ ഇംപ്രസീവായിട്ടുള്ളൊരു പാനലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കെ മുരളീധരൻ പറയുക തന്നെ ഉണ്ടായി, കെ എസ് ശബരിനാഥനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ എന്തായാലും മേയർ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ ആയിരിക്കുമല്ലോ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ തന്നെയായിരിക്കുമോ പ്രചാരണം? കോൺഗ്രസിൻ്റെ ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് 48 കാൻഡിഡേറ്റ്സ് വന്നു. അതിൽ ഞാനുണ്ട്, പരിണിതപ്രജ്ഞരായിട്ടുള്ള ജോൺസൺ ജോസഫ് അടക്കമുള്ള പേട്ട അനിൽകുമാർ അടക്കമുള്ള കൗൺസിലേഴ്സ് ഉണ്ട്, മുൻ കൗൺസിലേഴ്സ് ഉണ്ട്. ഇവിടെ ആശാ വർക്കർ സമരത്തിൽ പങ്കെടുത്ത ആശാ വർക്കറുണ്ട്. ഇവിടെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്ത ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥിനിയുണ്ട്. ഇവിടെ തിരുവനന്തപുരം കോളേജിൽ അധ്യാപികയായി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ നഗരത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് നമ്മുടെ പാനലുള്ളത്. അതിൻ്റെ ഭാഗമായി ഞാനുകൂടിയുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു പൊതു സ്വഭാവം, ഒരു സഹകരണ ബാങ്ക് ഇലക്ഷൻ മുതൽ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ നിയമസഭാ ഇലക്ഷൻ ഒന്നും നമ്മളൊരു മുഖത്തെ അവതരിപ്പിക്കാറില്ല. ആ ടീമിൻ്റെ ഭാഗമായി ഞാനുണ്ട്. ആ ടീമിൻ്റെ ഭാഗമായി നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഞാനുള്ളപ്പോൾ നിങ്ങൾ വന്ന് എന്നോട് ചോദിക്കുന്നു. ഞാനിലൂടെ പാർട്ടിയുടെ നയങ്ങളും പാർട്ടിയുടെ ഈ നഗരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും പറയാനുള്ള അവസരം കിട്ടുകയാണ്. അങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്. ഇടത് ഹാൻഡിലുകളിൽ നിന്ന് സൈബർ അറ്റാക്കിംഗ് ഉണ്ടാകുന്നുണ്ട്. മന്ത്രിയുടെ വിമർശനം, മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു വിമർശനമുണ്ട്, കളിയാക്കലുണ്ട്. അതിനെയൊക്കെ എങ്ങനെ കാണുന്നു? അല്ല, ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പം, പണ്ട് സ്കൂൾ ബസ്സിൽ പോകുമ്പം ആദ്യം കേട്ട പേര് മേയർ ശിവൻകുട്ടി എന്നുള്ളതാണ്. അപ്പോൾ ആ മേയറായിട്ടിരുന്ന ശിവൻകുട്ടി സാറ് എന്നെപ്പോലെ ഒരാൾ 25-ാം നമ്പർ വാർഡിൽ മത്സരിക്കുമ്പോൾ അങ്ങനെ പറയുന്നത് ശരിയാണെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസും CPM തമ്മിലാണ് ഡീല്, അതുകൊണ്ടാണ് കോൺഗ്രസും BJP തമ്മിലാണ് ഡീല്, അതുകൊണ്ടാണ് എന്താ പറയുക BJP കോൺഗ്രസ് ആദ്യമേ സ്ഥാനാർത്ഥി ഇറക്കുന്നത്. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, PM ശ്രീയുടെ ഡീല് നടത്തിയത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും BJPയും കൂടെയാണ്. RSSൻ്റെ അജണ്ട ഒളിച്ചു കടത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അതിൽ തെറ്റുപറ്റി ശിവൻകുട്ടിക്കെന്ന് പറഞ്ഞത് ശ്രീ ME ഗോവിന്ദൻ മാസ്റ്ററാണ്. നിങ്ങളടക്കം AK സെൻറ്ററിൽ വിളിച്ചിരുന്ന നിങ്ങളോട് അദ്ദേഹം ബൈറ്റ് നടത്തത് CPMന് തെറ്റുപറ്റി എന്നുള്ളതാണ്. അപ്പം ആർക്ക് തെറ്റുപറ്റിയെന്ന ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്? ശിവൻകുട്ടി മിനിസ്റ്റർക്കാണ്. അപ്പം ആ വലിയ തെറ്റ് ഇനി എത്ര കാലം അദ്ദേഹം എന്ത് പുണ്യപ്രവൃത്തി ചെയ്താലും ജനങ്ങളുടെ മനസ്സിൽ നിന്നും ആയത്തില്ല. അതുകൊണ്ട്